ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് മോഡുലേഷനിൽ വരുന്ന പ്രോസസ്സാണ്. അതിൽ 3 ടൈപ്പ് ഓഫ് കീയിങ് പ്രോസസ്സാണ് ഉള്ളത്. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആൻഡ് ഫേസ് ഷിഫ്റ്റ് കീയിങ്, അങ്ങനെ 3 പ്രോസസ്സാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ നമ്മൾ കരിയർ സിഗ്നൽസ് പാസ് ചെയ്യുന്ന സിഗ്നൽസ് ബൈനറി സീറോസ് ആൻഡ് വൺസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഷിഫ്റ്റ് കീയിങ്ങിൽ സിഗ്നൽ പാസിങ്ങിൽ ഫ്രീക്വൻസിയും ഫേസ് ആണ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫേസും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിലൊരു ചേഞ്ചസും ഉണ്ടായിരിക്കില്ല. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. വോൾട്ടേജിന് സീറോസും വൺസും ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ അതായത് ഇതിൻ്റെ ബിറ്റ് ഡ്യൂറേഷൻ അതായത് ബിറ്റ് ഡ്യൂറേഷൻ ഈസ് ദ പീരീഡ് ഓഫ് ടൈം ദാറ്റ് ഡിഫൈൻസ് 1 ബിറ്റ്. അതായത് പീക്ക് ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ നമ്മളതിന് 1 ആയിട്ടും ലോ ആകുമ്പോൾ നമ്മളതിന് 0 ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യും. പക്ഷേ ഈ ASK ട്രാൻസ്മിഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ യൂസിങ് ഈസ് ലിമിറ്റഡ് ടു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്പീഡ് പറയുന്നതാണ് ഒന്നാമത്തെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് വളരെയധികം നോയ്സ് ഇൻ്റർഫിയർ ചെയ്യും എന്നുള്ള പ്രോബ്ലമാണ്. നോയ്സ് ഇൻ്റർഫിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് സിഗ്നൽസാണ് ഈ നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോയ്സ് ഇൻ്റർഫിയർ ചെയ്യുന്ന കാരണം അൺഇൻറ്റൻഷനലായിട്ട് വോൾട്ടേജിൽ വേരിയേഷൻസ് വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒരു ഹൈലി ഹീറ്റഡ് ആവും. അപ്പം മറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഇത് കാരണം ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻസ് കാരണം ഭയങ്കരമായിട്ട് ഹീറ്റായിട്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടേജിൽ വേരിയേഷൻസ് വരുമ്പോൾ നമുക്ക് പ്രോപ്പർ സിഗ്നൽസ് നമുക്ക് റിസീവ് ആവില്ല. അപ്പോൾ ചില സമയത്ത് നമുക്ക് 1 കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ 0 കിട്ടാനും 0 വരേണ്ട സ്ഥലത്ത് നമുക്ക് 1 വരാനും ഒക്കെ സാധ്യതയുണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് നോയ്സാണ്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് സിഗ്നൽസ് ഫ്രം അതർ സോഴ്സസ്, മറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസ്. നമ്മൾ റിയൽ വേൾഡിലെ എക്സാമ്പിൾസ് പറയുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് വരുന്നൊക്കെ ഹോണ്, അതുമാതിരി കമ്പനി അലാംസ് ഒക്കെ അടിക്കില്ലേ, ഭയങ്കര ഹെവി ആയിട്ട് അലാം അടിക്കുക, ഇതൊക്കെ പറയുന്നത് നമ്മൾ റിയൽ ലൈഫിൽ നോയ്സാണ്, അൺവാണ്ടഡ് ആയിട്ട് വരുന്ന സൗണ്ട്സാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഇവിടെ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോയ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉള്ളത്. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ഓക്കെ, ദെൻ അതിൻ്റെ ഡയഗ്രാമാണ് ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ ഡയഗ്രത്തിൽ നമ്മൾ വേരിയേഷൻസ് ബിറ്റ് ലെവലിൽ വേരിയേഷൻസ് വരുമ്പോൾ കാണിച്ചിരിക്കുന്നതാണ്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ബിറ്റ് റേറ്റ് ഹൈ ആകുമ്പോൾ വേവ്സിൻ്റെ റിഫ്ലക്ഷനും അതും 1 ആയിട്ട് മാറുന്നു, പിന്നെ വീണ്ടും 0 ആവുന്നു, വീണ്ടും 1 ആവുന്നു. അങ്ങനത്തെ ഇതിൽ വരുന്നൊരു പോപ്പുലർ ടെക്നിക്കാണ് ഓൺ ഓഫ് കീയിങ് എന്ന് പറയുന്നത്. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെവലും, ഓഫ് എന്ന് പറയുമ്പോൾ 0 ലെവലിലേക്കും ഓക്കെ എന്ന് പറയും. ഓൺ ഓഫ് കീയിങ് ടെക്നിക്ക്. അതിൽ നമ്പർ ഓഫ് വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് വൺ ഓഫ് ദ ബിറ്റ് വാല്യൂസ് ആർ റെപ്രസെൻറ്റഡ് ബൈ നോ വോൾട്ടേജ്. ദ അഡ്വാൻറ്റേജ് ഈസ് റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ദ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള എനർജിയുടെ ലെവൽ വളരെ കുറച്ചേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് പറയുന്നത് നോയ്സിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല, നോയ്സ് ഇൻ്റർഫറൻസ് ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഓക്കെ, പിന്നെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിഗ്നൽ ഇസ് ടോട്ടൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സിഗ്നൽ ഒക്കുപ്പൈ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ടോട്ടൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസാണ്. ടോട്ടൽ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ഓഫ് എ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് മോഡുലേറ്റഡ് സിഗ്നൽസിൽ അത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത് നോക്കാം. അത് FC മൈനസ് എൻ ബോർഡ് ബൈ 2 ആൻഡ് FC പ്ലസ് എൻ ബോർഡ് ബൈ 2 വിത്ത് കരിയർ ഇതിൽ FC എന്ന് പറയുന്നത് കരിയർ ഫ്രീക്വൻസിയാണ്. അത് മിഡിലായിട്ടാണ് വരിക.
ഇപ്പോൾ ഇത് ഈ ഡയഗ്രം നോക്കിക്കോളൂ. ഈ ഡയഗ്രത്തിൽ നമുക്കൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ ഗ്രാഫിനകത്ത് ഈ മിഡിലാണ് FC, അതായത് കരിയർ ഫ്രീക്വൻസി ഹൈ ലെവൽ വരുന്ന ഭാഗമാണ് FC എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അത് മിനിമം ബാൻഡ് വിഡ്ത്തിലാണ്. ആ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ മിനിമം ബാൻഡ് വിഡ്ത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. എൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോർഡ് റേറ്റ് എന്ന് പറയും. ബോർഡ് റേറ്റ് എന്ന് പറയുന്നതാണ് എൻ ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ ബോർഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ ബോർഡ് റേറ്റ് എന്ന് പറയാം. എന്താണ് ബോർഡ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ which inform board rate is which information is transferred in the communication channel. അത് മാക്സിമം ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോർഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിനിമം ബാൻഡ് വിഡ്ത്തും ബോർഡ് റേറ്റും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് മിഡിലുള്ളതാണ് നമ്മളെ കരിയർ ഫ്രീക്വൻസിയുടെ ഹയസ്റ്റ് എന്ന് പറയുന്നത് മിഡിലാണ്. അപ്പോൾ കരിയർ ഫ്രീക്വൻസി മൈനസ് ബോർഡ് റേറ്റ് ബൈ 2 ചെയ്താൽ നമുക്ക് മിനിമം അറ്റ്ലീസ്റ്റും കിട്ടും. അറ്റ്മോസ്റ്റ് കിട്ടാൻ കരിയർ ഫ്രീക്വൻസി പ്ലസ് ബോർഡ് റേറ്റ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഫ്രീക്വൻസിയും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്യുക. അതിൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് 1 വേർഡ് ചോദിക്കാനാണ് സാധ്യതകൾ കൂടുതൽ. അതല്ലാതെ പിന്നെ ഇത് 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ essay ആയിട്ടോ ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അതേപോലെ ഇവിടുത്തെ അടുത്ത കാൽക്കുലേഷൻ വരുന്നത് ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ. BW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 1 + D × N ബോർഡ് എന്നുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. BW എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത്, N ബോർഡ് എന്ന് പറഞ്ഞാൽ ദ ബോർഡ് റേറ്റ്, D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫാക്ടർ റിലേറ്റഡ് ടു ദ കണ്ടീഷൻ ഓഫ് ദ ലൈൻ. അതായത് മിനിമം വാല്യൂ 0 വെച്ചിട്ട് നമുക്ക് അതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് റിലേറ്റഡ് ടു കണ്ടീഷൻ, ആ പർട്ടിക്കുലർ ലൈനിൻ്റെ കണ്ടീഷനിൽ 0 ആണോ 1 ആണോ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ ഡിക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ മിനിമം ബാൻഡ് വിഡ്ത്ത് ഈസ് റിക്വയർഡ് ഫോർ ട്രാൻസ്മിഷൻ ഇസ് ഈക്വൽ. അതായത് ട്രാൻസ്മിഷനിലെ മിനിമം ബാൻഡ് വിഡ്ത്തും ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിരിക്കും. അതേപോലെ കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 1-ൽ കൂടുതൽ കരിയർ ഫ്രീക്വൻസി ഒന്നും ഉണ്ടായിരിക്കില്ല. അത് 1 മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഇക്വേഷനൊക്കെ നന്നായി പഠിച്ചു വയ്ക്കാം. വാട്ട് ഈസ് ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓർ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയാം. മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഈസ് കോൾഡ് ബാൻഡ് വിഡ്ത്ത്. വാട്ട് ഈസ് ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. Baud rate is in which information is transferred in a communication channel is called baud rate. Okay. അപ്പോൾ അത് വെച്ചിട്ടൊരു പ്രോബ്ലം ഇതിനകത്ത് തന്നിട്ടുണ്ട്. പ്രോബ്ലം തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദി മിനിമം ബാൻഡ് വിഡ്ത്ത് ഓഫ് ASK സിഗ്നൽ ട്രാൻസ്മിറ്റിംഗ് അറ്റ് 2000 bits per second. ദ ട്രാൻസ്മിഷൻ മോഡ് ഈസ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണി ഡയറക്ഷണൽ. അറ്റ് എ ടൈമിൽ 1 ഡയറക്ഷനിൽ മാത്രം ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നതിന് നമ്മൾ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ASK എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിൽ ബോർഡ് റേറ്റും ബിറ്റ് റേറ്റും ഈക്വലാണ്. ബോർഡ് റേറ്റും ബിറ്റ് റേറ്റും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബോർഡ് റേറ്റ് എന്താണ്, ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ് അല്ലേ തന്നിരിക്കുന്നത്. മിനിമം ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് മിനിമം ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ബോർഡ് റേറ്റ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ മിനിമം ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് 2000 bits per second ആണെങ്കിൽ ബോർഡ് റേറ്റ് ഈസ് ആൾസോ എന്താണ് 2000 bits per second ആയിരിക്കും. പിന്നെ മിനിമം മിനിമം ബാൻഡ് വിഡ്ത്ത് ഈസ് അപ്പോൾ ഫൈൻഡ് ദി മിനിമം ബാൻഡ് വിഡ്ത്ത് എന്നാണ്. ഫൈൻഡ് ദി മിനിമം ബാൻഡ് വിഡ്ത്ത് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിറ്റ്സ് പെർ സെക്കൻഡ് ബിറ്റ്സ് പെർ ബിറ്റ് റേറ്റും ബോർഡ് റേറ്റും സെയിം ആണ് ഇൻ ASK. അതുപോലെ തന്നെ മിനിമം ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു N ബോർഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വേഷൻ ഓൾറെഡി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക, 2000 bits per second. ബാൻഡ് വിഡ്ത്ത് ആകുമ്പോൾ അത് ഹെഡ്സിലാണ് പറയുക. അപ്പോൾ 2000 ഹെഡ്സ് ആയിരിക്കും ആൻസർ വരിക.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ എ ബാൻഡ് വിഡ്ത്ത് ഓഫ് 5000 ഹെഡ്സ് 5000 ഹെഡ്സ് ഫോർ ആൻ ASK സിഗ്നൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബോഡ് റേറ്റ് ആൻഡ് ബിറ്റ് റേറ്റ്? എന്താ പറഞ്ഞിരിക്കുന്നത്? 5000 ഹെഡ്സ് ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ബോഡ് റേറ്റ്? അപ്പോൾ ബോഡ് റേറ്റ് ഇസ് സെയിം ആസ് ബാൻഡ് വിഡ്ത്ത്. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ മിനിമം ബാൻഡ് വിഡ്ത്തിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി കണ്ടീഷൻ ആണ്. ASKയുടെ കണ്ടീഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മിനിമം ബാൻഡ് വിഡ്ത്ത് ഈസ് റിക്വയർഡ് ഫോർ ASK എന്ന്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് 5000 ഹെഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോഡ് റേറ്റ് എന്തായിരിക്കും? എൻ ബോർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5000 ബിറ്റ്സ് പെർ സെക്കൻഡ് ആയിരിക്കും. ആൻഡ് ബിറ്റ് റേറ്റ്, വാട്ട് ഈസ് ദ ബിറ്റ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ട്? ബോഡ് റേറ്റ് ആൻഡ് ബിറ്റ് റേറ്റ് ആർ ഈക്വൽ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നതും 5000 ബിറ്റ്സ് പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഗിവൺ ബാൻഡ് വിഡ്ത്ത് ഓഫ് 10,000 ഹെഡ്സ് 1000 to 11,000 ഹെഡ്സ് അത് വേരി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഡ്രോ ദ ഫുൾ ഡ്യൂപ്ലെക്സ് ASK ഡയഗ്രാം ഫോർ ദ സിസ്റ്റം. ഫൈൻഡ് ദ കരിയർ ആൻഡ് ബാൻഡ് വിഡ്ത്ത് ഈസ് ബാൻഡ് വിഡ്ത്ത് ഇൻ ഈച്ച് ഡയറക്ഷൻ. അസ്യൂം ദർ ഈസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബാൻഡ് ഇൻ ദി 2 ഡയറക്ഷൻ. അതായത് നമുക്ക് 10,000 ഹെഡ്സ് എന്നുള്ള ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. അത് 1000 to 11,000 ഹെഡ്സ് വരെ വേരി ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ ഡ്യൂപ്ലെക്സിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫുൾ ഡ്യൂപ്ലെക്സിൻ്റെ ഡയഗ്രാം അടുത്ത പേജിലുണ്ട്. ഇതാണ് ഫുൾ ഡ്യൂപ്ലെക്സ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് വരച്ചത് ഇത് ഹാഫ് ഡ്യൂപ്ലെക്സിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഡബിൾ ടൈം വരയ്ക്കുകയാണ്. ഈ മുകളിൽ കാണുന്ന ഡയഗ്രാം കേട്ടോ ഫുൾ ഡ്യൂപ്ലെക്സിൻ്റെ ഡയഗ്രാമാണ്. ഓക്കെ, രണ്ടെണ്ണമായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഫുൾ ഡ്യൂപ്ലെക്സിൻ്റെ ഡയഗ്രാം ആയിട്ടാണ് വരിക. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ FC ഫോർവേഡും സെക്കൻഡ് വൺ FC ബാക്ക്വേർഡുമാണ്. ആ മിഡിൽ വരുന്നത് FC ഫോർവേഡ് ആൻഡ് സെക്കൻഡ് വൺ FC ബാക്ക്വേർഡാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 10,000 ഹെഡ്സ് തന്നിട്ടുണ്ട്. അത് 10 മുതൽ 11,000 വരെയാണ് അത് വരുന്നത്. ഫൈൻഡ് ദി കരിയേഴ്സ് ആൻഡ് ബാൻഡ് വിഡ്ത്തിൻ്റെ ഇൻ ഈച്ച് രണ്ട് ഡയറക്ഷനിലും, അത് ബാൻഡ് വിഡ്ത്തിൻ്റെ 2 ഡയറക്ഷൻ പറയുമ്പോൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? കരിയർ സിഗ്നലും അത് FCയും കാണണം, FC എന്നുള്ളതും കാണണം, അതേപോലെ ബാൻഡ് വിഡ്ത്ത് എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിൽ ഗ്യാപ്പ് ഇല്ലാത്തതായിരിക്കണം. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് ഡയറക്ഷൻ അറ്റ് എ ടൈം, രണ്ട് ഡയറക്ഷനിലേക്കും അറ്റ് എ ടൈമിൽ പോകുന്നതിനെയാണ് നമ്മൾ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ബാൻഡ് വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ബാൻഡ് വിഡ്ത്ത് കാണാൻ 1+D × N ബോർഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫുൾ ഡ്യൂപ്ലെക്സ് ബാൻഡ് വിഡ്ത്ത് ഫോർ ഈച്ച് ഡയറക്ഷൻ. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഈ 2 ഡയറക്ഷനിലേക്കും ആയ കാരണം നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് N ബോർഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ ചെയ്യണം. അപ്പോൾ N ബോർഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ ചെയ്യുമ്പോൾ 10,000 ബൈ 2 വരുമ്പോൾ 5,000 ഹെഡ്സ് ആണ് വരിക. ഒരു ഡയറക്ഷനിലേക്ക് ആകുമ്പോൾ 10,000, ബൈ ഡയറക്ഷനിലാകുമ്പോൾ 10,000 ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 5,000 1 ഡയറക്ഷൻ, 5,000 1 ഡയറക്ഷൻ അങ്ങനെ വരും. ഓക്കെ, ഇനി കരിയർ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ കരിയർ ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് എന്ത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാം? ഇപ്പോൾ നമ്മൾ എന്താ പറയുക, N ബോർഡ് മൈനസ് FC മൈനസ് N ബോർഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ മിനിമം ബാൻഡ് വിഡ്ത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മാറ്റി എഴുതുക. ആ മൈനസ് എന്നുള്ളടത്ത് അതായത് ബാൻഡ് വിഡ്ത്ത് പ്ലസ് N ബോർഡ് ബൈ 2 ഒരു സ്ഥലത്ത് ചെയ്യുക ഫോർവേഡിന്, ബാക്ക്വേഡിന് ബാൻഡ് വിഡ്ത്ത് മൈനസ് N ബോർഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പഴയ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ഇക്വേഷനിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ FC ഫോർവേഡിൻ്റെ അവിടെ ബാൻഡ് വിഡ്ത്ത് പ്ലസ് N ബോർഡ് ബൈ 2 ചെയ്യുക. FC ബാക്ക്വേഡിൻ്റെ അവിടെ ബാൻഡ് വിഡ്ത്ത് മൈനസ് എന്താ പറയുക N ബോർഡ് ബൈ 2 ചെയ്യാം. നമ്മൾ ഇവിടെ കാണിച്ച ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. FC കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൈനസ് N ബൈ 2നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് N ബൈ 2 ആവും. ഇവിടെ പ്ലസ് N ബൈ 2നെ നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് N ബൈ 2 ആവും. അത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇതുവരെ ഇക്വേഷൻ കൊടുക്കാതെ ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഇത് നമ്മളിവിടുന്ന് സ്റ്റാർട്ടിങ് എത്രയെന്ന് പറഞ്ഞത് 1000 മുതൽ 11,000 ഹെഡ്സ് വരെയാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഡയഗ്രാം നോക്കൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് 1000 ആണ് എഴുതുക, പിന്നെ എൻഡ് ചെയ്യുമ്പോൾ 11,000 ആണ് എഴുതുക. അപ്പോൾ അതിന് ഇനി നമുക്ക് ഫ്രീക്വൻസീസ് ഇത് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസീസാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇക്വേഷനിൽ. അപ്പോൾ 1000 + 5000, 1000 + 5000/2, 5000/2 പറയുമ്പോൾ എന്താണ് 2500 വരും. 2500 + 1000 പറയുമ്പോൾ 3500 ഹെഡ്സ് ആണ് ഫോർവേഡിലെ FC വരിക. ഇനി ബാക്ക്വേർഡ് ചെയ്യുമ്പോൾ 11,000 - 5000/2, അപ്പോൾ 11,000 - 2500 എന്ന് പറയുമ്പോൾ 8,500 ആണ് വരിക. 8,500 ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കിട്ടുന്നില്ലെങ്കിൽ പറയുക, ഞാൻ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 8,500 ആണ് വരിക. 8,500 വരുമ്പോൾ ആ ഡയഗ്രാം നോക്കുക. ആദ്യത്തെ നമ്മൾ 3,500 എഴുതിയിട്ടുണ്ട്, ബാക്ക്വേർഡ് 8,500 എഴുതിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ 11,000 വരെയാണ് വരുന്നത്. അപ്പോൾ 1000, 3,500, 3,500 പിന്നെ അങ്ങനെ മാറ്റി മാറ്റി ചെയ്യാം. ഓക്കെ, മിഡിൽ ഇപ്പോൾ 2,500. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചോദിക്കുക. ഓക്കെ, ചെയ്തൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ചോദിക്കുക. ഓക്കെ.